നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ 11ാമത്തെ പാഠമായ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിലെ ഡൈബോറൈൻ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, ആക്ച്വലി ഡൈബോറൈൻ ഫോക്കസ് ഏരിയ പോർഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് കുറച്ച് ടോപ്പിക് പഠിപ്പിക്കാനുണ്ട്, അത് പഠിപ്പിക്കാം. ഓക്കെ, ഫോക്കസ് ഏരിയ കഴിഞ്ഞിട്ട് ഇപ്പൊ ഡൈബോറൈൻ നോക്കിയാണേ. B2H6 ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈബോറൈൻ. B2H6. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ബോറോണിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രേറ്റ് ആണ് ആര്? B2H6. ഒരിക്കലും പറയാമേ, ബോറോണിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രേറ്റ് ആണ് ആര്? B2H6. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, അങ്ങനെയാണെങ്കിൽ BH3 ഇല്ലേന്ന് അല്ലെ? അതും ബോറോണിന്റെ ഹൈഡ്രേറ്റ് അല്ലേ? പക്ഷെ ഞാൻ എന്താ പറഞ്ഞേ, B2H6 ആണ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രേറ്റ് എന്ന്. അത് പറയാനുള്ള കാരണം നോക്കിയോ, സ്ട്രക്ചർ വരച്ചു നോക്കാം. ബോറോൺ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. നോക്കിയാണ്, ഈ ബോറോണിന് 2, 4, 6 ഇലക്ട്രോൺ അല്ലേ ആയുള്ളൂ. 8 വേണ്ടേ സ്റ്റേബിൾ ആകാൻ? അപ്പൊ ഇത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവോ? ഇല്ല. പകരം എന്ത് ചെയ്യും? B2H6 ആയിട്ട് നിൽക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോറോണിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രേറ്റ് ആരാണ്? B2H6 ആണ്. ഓക്കെ, ഇതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ടേ. B3 എന്താണ്? സ്റ്റേബിൾ ആയി നിൽക്കില്ല, പകരം എവിടെ പോയി നിൽക്കും? B2H6 ആയിട്ട് നിൽക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം പ്രിപ്പറേഷൻ പഠിക്കാം. ഓക്കെ, നോക്കിയാണേ, നമ്മള് ബോറോൺ ട്രൈഫ്ലൂറൈഡ് BF3, ബോറോൺ ട്രൈഫ്ലൂറൈഡിനെ ഞാൻ എന്തെന്നറിയാമോ? ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഒരികൂടി, ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഈ സാധനം ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്ന നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. അതായത് അതെന്ത് ചെയ്യും? ഹൈഡ്രജനെ കൊടുക്കും. നമ്മളിനി ഓർഗാനിക് കെമിസ്ട്രി എത്തുമ്പോൾ ഒരുപാട് തവണ കാണാൻ പോകുന്ന ഒരു സംഭവമാണ് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്. കാരണം ഹൈഡ്രജനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്. അപ്പൊ എന്ത് ചെയ്യും? ഹൈഡ്രജനെ കൊടുക്കും. എന്നൊക്കെയാണ്. ഇവിടെ BF3 4 വേണം. അതുപോലെ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് 3 വേണം. 4, 3. ഓക്കെ, 4, 3. ഇത് സംഭവിക്കാൻ നോക്കാം. നമുക്കിവിടെ B2 വേണ്ടേ? അപ്പൊ നോക്കിയാണ്, ഇവിടെ 4 B ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 B2 ആയിട്ട് എഴുതാം. 2 B2. അപ്പൊ എത്രയായി? 4 B ആയില്ലേ? 4 B ആയി ആണല്ലോ. ഇനി H6 വേണ്ടേ? H6 വേണം. ഇവിടെ നമുക്ക് 3, 4, 12 ഹൈഡ്രജൻ ഉണ്ട് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? അവിടെ കൊണ്ടുവന്ന് 6 ഹൈഡ്രജൻ ഇട്ട് കൊടുക്കാം. ഇപ്പൊ നോക്കിയാണ്, 4B 12 ഹൈഡ്രജൻ, 4B 12 ഹൈഡ്രജൻ ആണല്ലോ. അപ്പം 2 B2H6 കിട്ടും. ഓക്കെ അല്ലേ? അതിന്റെ കൂടെ നോക്കിയാണ്, ഇവിടെ എത്ര ലിത്തിയം ഉണ്ട്? 3 ഇല്ലേ? ലിത്തിയം 3 ഉണ്ട്. സോ 3 ലിത്തിയം ആരോട് ചേരും? ഫ്ലൂറിനോട് ചേർന്ന് 3 LiF ഉണ്ടാക്കും. കൂടെ ഇത്ര എല്ലാം ഉണ്ട്? 3 എണ്ണം അല്ലെ? 3 AlF3, 3 AlF3. ഒരിക്കലും പറയാൻ ശ്രദ്ധിച്ചോണേ. 4 BF3യും 3 LiAlH4. ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ത് ചെയ്യും? 2 ബോറോൺ ഹൈഡ്രൈഡും അഥവാ 2 ഡൈബോറൈനും 3 LiFും 3 AlF3 ഉണ്ടാക്കും. ഓക്കെ അല്ലേ? ഒരിക്കലും പഠിച്ചോണേ. 4, 3, 4 BF3യും 3 LiAlH4ഉം എന്ത് ചെയ്യും? ഇവിടെ 4 B ഉണ്ട്. സോ 2 B2H6ഉം 3 LiFും 3 AlF3യും. ഓക്കെ അല്ലേ? ഇതാണ് ജനറൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാബിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ലാബിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ സോഡിയം ബോറോ ഹൈഡ്രൈഡിനെ ഞാൻ അയോഡിനുമായിട്ട് റിയാക്ട് ചെയ്യും. ശ്രദ്ധിക്കണേ, ഞാൻ ഇപ്പൊ പറയുന്നതാണ് ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ്. ഇതാണ് സോഡിയം ബോറോ ഹൈഡ്രൈഡിനെ എന്ത് ചെയ്യും? അയോഡിനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കാൻ നോക്കണേ. ഇവിടെ Na ഉണ്ട്, ഇവിടെ I ഉണ്ട് അല്ലേ? നമുക്കിവിടെ ഒരു B ആണോ വേണ്ടത്? അല്ലല്ലോ. 2 B എടുക്കാം. 2 B എടുക്കുമ്പോ എന്ത് ചെയ്യും? 2 B2H6 വരും. ഓക്കെ, നമുക്ക് എത്ര വേണം? 2 B വേണം. എന്നാലും എനിക്ക് B2 ഉണ്ടാക്കാൻ പറ്റും. സോ ഞാൻ 2 B എടുത്തു. അപ്പൊ B2H6 ആയി. ഓക്കെ, എനിക്ക് ഡൈബോറോൺ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ 2 NAയും 2 Iയും ചേർന്ന് 2 NaI ഉണ്ടാകും. 2 NaI ഉണ്ടാകും. ശ്രദ്ധ നോക്കണേ. എനിക്ക് വേണ്ടത് B2 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? 2 എണ്ണം എടുത്തു. സോ 2 B2 വരും. 2 B2ഉം 2 B2 H6 കിട്ടി. പിന്നെ എന്ത് ചെയ്തു? 2 NAയും 2 Iയും ചേർന്ന് 2 NaI.
ഇനി എന്താ നോക്ക്, ഇവിടെ 8 ഹൈഡ്രജൻ അല്ലേ, ഇവിടെ 6 ഉപയോഗിച്ചോളൂ, ബാക്കി 2 ഹൈഡ്രജൻ അല്ലേ, സോ അതെന്ത് ചെയ്യും, ഗ്യാസ് ആയിട്ട് പോകും. ഒരിക്കലും നോക്കണേ, ഇതാണ് ലബോറട്ടറി പ്രിപ്പറേഷൻ. 2 NaBH4 ഉം അയോഡിൻ, ഇതാണ് സോഡിയം ബോറോ ഹൈഡ്രൈഡ്. സോഡിയം ബോറോ ഹൈഡ്രൈഡ് എന്ത് ചെയ്യും, അയോഡിനുമായി റിയാക്ട് ചെയ്ത് ഡൈബോറൈനും സോഡിയം അയോഡൈഡും ഹൈഡ്രജനും ഗ്യാസും റിലീസ് ചെയ്യും. ഓക്കെ, നമുക്കിനി ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇത് തന്നെ എടുക്കും. BF3A ഞാൻ അറിയാമോ, സോഡിയം ഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. സോഡിയം ഹൈഡ്രൈഡ് റിയാക്ട് ചെയ്യും. നോക്കിയാണേ, ഇവിടെ എനിക്ക് എത്ര വേണം, B2H6 വേണ്ടേ, അപ്പൊ എന്ത് വേണം, 2B എടുക്കാം. ഓക്കെ, ഇവിടെ എത്ര ഹൈഡ്രജൻ വേണം, 6 ഹൈഡ്രജൻ വേണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 6 കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തുണ്ടാവും, B2H6 ഉണ്ടാവും, B2H6 ഉണ്ടാകും. പ്ലസ് ഇനി എന്തുണ്ട്, 6 NA ബാക്കിയുണ്ട്, 6 F ബാക്കിയുണ്ട് അല്ലേ, അപ്പൊ എന്ത് ചെയ്യും, 6 NaF ഉണ്ടാകും. ഓക്കെ, ഇതെന്താണ്, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ, ഇങ്ങനെയാണ് ചോദിക്കാം കേട്ടാ. അത് ജനറൽ ആദ്യം കാണിക്കണം. സോ ഒരു കൂടി പറഞ്ഞിട്ട് മാറ്റിയാണേ, 4 BF3 ഉം 3 ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ത് ചെയ്യും, 2 B2H6, 3 LiF, 3 AlF3 ആയിട്ട് ഉണ്ടാക്കി തരും. ലാബിലാണെങ്കിൽ എന്ത് ചെയ്യാം, സോഡിയം ബോറോ ഹൈഡ്രൈഡ് എന്ത് ചെയ്യാം, അയോഡിനായിട്ട് റിയാക്ട് ചെയ്യാം. അപ്പം ഡൈബോറൈനും സോഡിയം അയോഡൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും. ഇൻഡസ്ട്രിയിലാണെങ്കിലോ 2 BF3 ഉം സോഡിയം ഹൈഡ്രൈഡ് റിയാക്ട് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഡൈബോറൈനും 6 സോഡിയം ഫ്ലൂറൈഡും കിട്ടും. ഓക്കെ അല്ലേ, സോ ഫോട്ടോ എടുത്തോളൂ, ബാക്കി പഠിക്കാം. നോക്കിയാണേ, നമ്മള് ഈ പറഞ്ഞ ഡൈബോറൈന്റെ പ്രോപ്പർട്ടി പഠിക്കാൻ. അടുത്ത പ്രോപ്പർട്ടീസ് ഒന്നെന്ന് പറഞ്ഞാൽ ഇത് കളർലെസ് ഗ്യാസ് ആണ്. ശ്രദ്ധിക്കണേ, ഗ്യാസ് ആണ്. ഡൈബോറൈൻ എന്താണ്, ഒരു ഗ്യാസ് ആണ്, കളർലെസ് ഗ്യാസ് ആണ്, കളറില്ലാത്ത ഗ്യാസ് ആണ്. പക്ഷെ ഹൈലി ടോക്സിക് ഗ്യാസ് ആണ്, ഹൈലി ടോക്സിക് ആണ്, വിഷാംശമുള്ള ഗ്യാസ് ആണ്, ഹൈലി ടോക്സിക് ഗ്യാസ് ആണ്. എന്ത് ചെയ്യും, ഹൈലി ടോക്സിക് ഗ്യാസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയണേ, ബോയിലിംഗ് പോയിന്റ് 180 കെൽവിൻ ആണ്. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കാനുള്ളത്. ഒരിക്കലും പറഞ്ഞുതരാം, കളർലെസ് ഗ്യാസ് ആണ്, ഹൈലി ടോക്സിക് ഗ്യാസ് ആണ്, ബോയിലിംഗ് പോയിന്റ് എത്രയാണ്, 180 കെൽവിൻ ആണ്. ബാക്കി നോക്കാം. ഓക്കെ, ബാക്കി പഠിക്കാം. ഈ നമുക്ക് കിട്ടിയ ഡൈബോറൈനിലെ ഈ ഡൈബോറൈൻ എപ്പോഴെങ്കിലും എയറുമായിട്ട് എക്സ്പോസ് ആവുകയാണെന്ന് വെച്ചോ, എപ്പോഴെങ്കിലും എയറുമായിട്ട് എക്സ്പോസ് ആവുകയാണെങ്കിൽ ഇതെന്തെന്നറിയാമോ, ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് തീ ഉണ്ടാക്കും, ഫയർ ക്യാച്ച് ചെയ്യും. ഓക്കെ, എന്താണ് പറഞ്ഞത്, നമ്മുടെ ഈ പറഞ്ഞ ഡൈബോറൈന് എപ്പോഴെങ്കിലും എയറുമായിട്ട് എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് ഇത് കത്തും. നമുക്ക് അങ്ങനെയാണെന്ന് നോക്കിയോ, നമ്മുടെ ഡൈബോറൈൻ B2H6, നമ്മുടെ ഡൈബോറൈന് 3 ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യും. 3 ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് B2O3 ഉണ്ടാക്കും. B2O3 ഉണ്ടാക്കും. ഇനി നോക്ക്, ഇനി ഇവിടെ 6 ഹൈഡ്രജൻ ബാക്കിയുണ്ട്, 3 ഓക്സിജൻ ബാക്കിയുണ്ട് അല്ലെ, അവ രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് 3 വാട്ടർ ഫോം ചെയ്യും. ഓക്കെ, ഞാൻ എന്താണ് പറഞ്ഞത്, നമ്മുടെ ഡൈബോറൈൻ എന്ത് ചെയ്യും, ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. എപ്പോഴെങ്കിലും എയറുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് അത് കത്തും. കത്തി ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് B2O3 ഉം 3 വാട്ടറും. നോക്കിയാണേ, കത്തുമ്പോ എന്ത് ചെയ്യും, എനർജി ഉണ്ടാവില്ലേ. നോക്കിയാണേ, ഇവരുടെ എൻതാൽപി ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത് -1976 കിലോ ജൂൾ പെർ മോൾ ആണ്. നമുക്ക് ചെറിയ എമൗണ്ട് ഓഫ് എനർജി അല്ല, 1976 കിലോ ജൂൾ പെർ മോൾ എന്ത് ചെയ്യും, എനർജി റിലീസ് ചെയ്യും. അപ്പൊ അത്രമാത്രം ലാർജ് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും, ഇത് റിലീസ് ചെയ്യും. മൈനസ് കണ്ട എന്താണ് അർത്ഥം, പുറത്തോട്ടാണ് എനർജി അല്ലെ, എൻതാൽപി പഠിപ്പിച്ചതൊക്കെ പറഞ്ഞാണ്. അപ്പൊ എൻതാൽപി ഓഫ് കമ്പഷൻ എത്രയാണ്, -1976 കിലോ ജൂൾ പെർ മോൾ ആണ്. ഇത്രയും എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും, അത് റിലീസ് ചെയ്യും. ഡൈബോറൈൻ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത 1976 അത്രയും എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും, അത് റിലീസ് ചെയ്യും. ഇറ്റ് ഈസ് ഹൈലി എക്സോതെർമിക്. അത്രയും എനർജി റിലീസ് ചെയ്യല്ലേ, ഇപ്പൊ എന്ത് പറയാം, ഇറ്റ് ഈസ് ഹൈലി എക്സോതെർമിക് ആണെന്ന് പറയാം. നോക്കാം, അതുപോലെ നമ്മുടെ ഈ ഡൈബോറൈൻ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും. വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് 6 വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് 2BOH ത്രൈസും 6 ഹൈഡ്രജനും റിലീസ് ചെയ്യും. 6 ഹൈഡ്രജൻ ഗ്യാസിനെയും റിലീസ് ചെയ്യും. ഓക്കെ, നമുക്ക് എങ്ങനെ പറയാം,
ഈ പറഞ്ഞ ഡൈബറോയിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആര് തരും? ബോറിക് ആസിഡ് തരും. ബോറിക് ആസിഡും 6 ഹൈഡ്രജനും തരും. ഓക്കെ അല്ലേ? ബാക്കി പഠിക്കാം. അപ്പൊ ഇത് രണ്ടും ഫോട്ടോ എടുത്തോളൂ. എന്താണ് എന്താണ് എയറുമായിട്ടുള്ള റിയാക്ഷൻ, എയറുമായിട്ട് റിയാക്ഷനും പിന്നെ ഇത് വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ. ശരി, ഫോട്ടോ എടുത്തോളൂ. ബോറിക് ആസിഡ് ആണ്, ഇത് ബോറിക് ആസിഡ് വരും. ഓക്കെ, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഡൈബറൈൻ ലെവിസ് ബേസുമായിട്ട് കമ്പൈൻ ചെയ്യും. നോക്കിയാണേ, നമ്മുടെ ഈ ഡൈബറൈൻ ഏതെങ്കിലും ഒരു ലെവിസ് ബേസുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ക്ലീവേജ് സംഭവിക്കും. ഓക്കെ, നമ്മുടെ ഡൈബറൈൻ എന്താണ്? നമ്മുടെ ഡൈബറൈൻ എന്ത് ചെയ്യും? ഏതെങ്കിലും ലെവിസ് ബേസുമായിട്ട് കമ്പൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഈ ഡൈബറൈൻ എന്താവും? ക്ലീവേജ് സംഭവിക്കും. ക്ലീവേജ് എന്ന് വെച്ചാൽ പൊട്ടിക്കും. ഓക്കെ, എന്താണ്? ഡൈബറൈൻ എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. എങ്ങനെയാണ്? ഒരു ലെവിസ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, നമുക്ക് നോക്കാം ഒരു ഉദാഹരണം. നോക്കിയാണ്, നമ്മുടെ B2H6 ഡൈബറൈന് ഒരു 2 കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്യണമെന്ന് വെച്ചോ. എന്താണ്? ഒരു ലെവിസ് ബേസ് ആണ്. എന്താണ് ലെവിസ് ബേസ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്ന ആളാണ് എന്ത്? ലെവിസ് ബേസ്. ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ലെവിസ് ബേസ് എന്ന് പറയുന്നത്. നോക്കിയാണ്, ഇത് പൊട്ടിയിട്ട് ഇത് BH3.CO ഉണ്ടാവും. BH3.CO ബാലൻസ് ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്യാം? 2 എടുക്കാം. അപ്പൊ എന്താണ്? 2 BH3CO. കണ്ട, B2H6 എന്തായി? BH3 ആയിട്ട് മാറി, അത് പൊട്ടിപ്പോയി. അതുപോലെ തന്നെ വേറെ ഉദാഹരണം നോക്കാം. നമ്മുടെ B2H6 2 NMe ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ എന്താണെന്ന് പറഞ്ഞു തരാമേ. 2 NMe എന്ത് ചെയ്യും? സെയിം അതുപോലെ ഉണ്ടാവും. BH3.NMe എത്രണ്ണമുണ്ട്? 2 ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഡൈബറൈൻ എന്ത് ചെയ്യും? ഒരു ലെവിസ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഡൈബറൈൻ ക്ലീവേജ് സംഭവിക്കും, അത് പൊട്ടിപ്പോകും. കണ്ട, B2H6 എന്ത് ചെയ്ത് 2 CO ആയിട്ട് റിയാക്ട് ചെയ്തപ്പം എന്ത് ചെയ്യും? 2 BH3.CO ഉണ്ടായി. അതുപോലെ B2H6 എന്ത് ചെയ്ത് 2 NMe ആയിട്ട് റിയാക്ട് ചെയ്തപ്പം 2 BH3.NMe ഉണ്ടായി. NMe എന്ന് പറഞ്ഞുതരാം. നോക്കിയാണേ, അതായത് M നിർദ്ദേശിക്കുന്നത് മീഥൈലാണ്. മീഥൈൽ നോക്കിയാണേ, നൈട്രജൻ ഇവിടെ നിൽക്കും. ഇവിടെ നോക്കിയാണെങ്കിൽ ഒരു മീഥൈൽ ആരാണ്? CH3. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? NMe. ഇതാണ് NMe. ഇതെന്ന് പറയുന്നത് മീഥൈൽ. ഓക്കെ, NMe 3 ആണേ. NMe 3 ഉണ്ട്. 3 ഇല്ലേ? NMe 3 3 എഴുതാൻ വിട്ടു. ഇതാണ് NMe 3 ആണ്, 3 ഉണ്ട്. സോ 2 NMe 3 റിയാക്ട് ചെയ്യുമ്പോൾ 2 BH3.NMe3 ഉണ്ടാകും. ഓക്കെ, B2H6 2 CO റിയാക്ട് ചെയ്യുമ്പോൾ 2 BH3.COയും B2H6 2 NMe3 റിയാക്ട് ചെയ്യുമ്പോൾ 2 BH3.NMe3 ഉണ്ടാകും. ഓക്കെ അല്ലേ? മറ്റൊരു ഉദാഹരണം നോക്കാം. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫോട്ടോ എടുത്തോളൂ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഒരെണ്ണം പഠിക്കാം. ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഈ റിയാക്ഷൻ തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ലെവിസ് ബേസ് ആയിട്ടുള്ള ക്ലീവേജ് റിയാക്ഷൻ ആണ്. നോക്കിയാണേ, നമ്മുടെ ഡൈബറൈന് അമോണിയമായി റിയാക്ട് ചെയ്യണമെന്ന് വെച്ചോ. അമോണിയമായി റിയാക്ട് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കണേ, അമോണിയമായി റിയാക്ട് ചെയ്യണമെങ്കിൽ അറ്റ് ലോ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ലോ ടെമ്പറേച്ചറിലാണ് റിയാക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോ എഴുതിയില്ലേ, അതുപോലെ തന്നെ ഉണ്ടാവും. എങ്ങനെയാണ്? B2H6 NH3 ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഇതുണ്ടാവുന്നതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. അത് ഇങ്ങനെ വരയ്ക്കണം. അതായത് BH2 NH3 പ്ലസ് അത് ബാക്കി ആരുണ്ട്? BH2 BH2 പോയി, ബാക്കി ആരുണ്ട്? BH4 ഉണ്ട്. BH4 മൈനസ് ഇതാ ഇങ്ങനെ വേണം എഴുതാൻ. നമുക്ക് ആ പ്രോഡക്റ്റ് വേണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, NH3 BH2 NH3 BH2 NH3 പ്ലസും BH4 മൈനസും നോക്കിയാണ്. BH2 ഇവിടെ പോയ ബാക്കി എത്ര ഉണ്ട്? BH4 ബാക്കിയുണ്ട്. ആ BH4. ഓക്കെ, ഇതാണ് ഈ റിയാക്ഷൻ എവിടെ നടക്കുമ്പം ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ. ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. B2H6 2 NH3 ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ലോ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ പാടില്ല എന്നുണ്ടെങ്കിലും ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോഡക്റ്റ് എഴുതാം. ഇനി ഇതേ സംഭവത്തെ നമ്മൾ ഇത് ഫോട്ടോ എടുത്തോളെ മായ്ക്കാൻ പോകും. ഇതേ സംഭവത്തെ
നമ്മൾ വേണ്ട ഹൈ ടെമ്പറേച്ചറിലാണ് ചെയ്യണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ ഈ റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ടെമ്പറേച്ചർ കൂട്ടിയാലും മതി. നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയേ അത് ടെമ്പറേച്ചർ കൂട്ടിയാലും മതി. ആ സമയത്ത് ഈ റിയാക്ഷൻ മാറി പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാവും. അതാണ് B3N3H6. B3N3H6 2 B3N3H6 ഇമ്പോർട്ടന്റ് ആണ് ഇത്. B3N3H6 ഉം 12 ഹൈഡ്രജനും 12 ഹൈഡ്രജൻ ഗ്യാസും. ഓക്കെ, നോക്കിയാണേ എന്താണ് ഞാൻ പറഞ്ഞത്, 3 B2H6 ഉം 6 NH3 തമ്മിൽ കമ്പൈൻ ചെയ്ത് 2 B3N3H6 പ്ലസ് 12 ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഓർഗാനിക് ബെൻസീൻ. ഇൻഓർഗാനിക് ബെൻസീൻ ഓക്കെ, ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ് ഈ റിയാക്ഷൻ. 3 B2H6 ഉം 6 NH3 തമ്മിൽ കമ്പൈൻ ചെയ്ത് 2 B3N3H6 ഉം 12 ഹൈഡ്രജൻ ഉണ്ടാവും. ഇനി എന്തുകൊണ്ടാണ് അതിന് ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കാനുള്ള കാരണം പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ബെൻസീൻ നോക്കാം. ബെൻസീൻ ഇങ്ങനെ ഇരിക്കുന്നേ. ഇതാണ് ബെൻസീൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതാണ് ബെൻസീൻ. ഒന്നിടാട്ട് എന്ത് വരും, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് വരും, കാർബൺ ഹൈഡ്രജൻ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കും. ഇതാണ് ബെൻസീൻ, C6H6 എന്ന് പറയും. ഓക്കെ, നമുക്ക് അത് നോക്കാം. അതെന്ന് പറഞ്ഞാൽ B N അടുത്ത B N ഒന്നിടവിട്ട് ബിയും എന്നും മാറി മാറി വരും. എല്ലായിടത്തും വരും ഹൈഡ്രജൻ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈഡ്രജൻ നീട്ടി വരയ്ക്കാം കേട്ടാ. ഇങ്ങനെ ബോണ്ടായിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഇവിടെ അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം കേട്ടാ. നമുക്ക് അങ്ങനെ വരയ്ക്കാം. പിന്നെ ഓക്കെ, വീണ്ടും ഇവിടെ പറഞ്ഞ കണക്ക് എന്ത് ചെയ്യും, അവിടെയും ഒന്നിടവിട്ട് എന്ത് ചെയ്യും, ഡബിൾ ബോണ്ട് സിംഗിൾ കൊണ്ടുവരും. ഓക്കെ, രണ്ടും ഒരുപോലെ ഇരിക്കണേ, കാണാൻ ഒരുപോലെ ഏകദേശിരിക്കുന്നേ. അതുകൊണ്ട് എന്ത് വിളിക്കുന്നേ, ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നേ കേട്ടാ. ഇമ്പോർട്ടന്റ് ആണ് ആ സാധനം കേട്ടാ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് ബൊറാസൈൻ കേട്ടാ. ബൊറാസൈൻ കേട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. ബൊറാസൈൻ എന്ന് വിളിക്കുന്നു. അതാണ് ഇൻഓർഗാനിക് ബെൻസീൻ. ഇൻഓർഗാനിക് ബെൻസീൻ ഫോട്ടോ എടുത്തോളൂ, ബാക്കി പഠിക്കാം. ഓക്കെ, ബാക്കി പഠിക്കാം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡൈബൊറൈന്റെ സ്ട്രക്ചർ. വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഡൈബൊറൈന്റെ സ്ട്രക്ചർ. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് ഉണ്ടാവണമെന്നും പറഞ്ഞുതരാം. ഓക്കെ, നോക്കിയോ, BH3 നമുക്ക് നോക്കാം. നോക്കിയാണേ B H H H B H H H. ഓക്കെ, ഈ ബോറോണിനും ഈ ബോറോണിടയ്ക്ക് എന്തില്ല, ബോണ്ട് ഇല്ല. അങ്ങനെ ഒരു ബോണ്ട് ഇല്ല. ശ്രദ്ധിക്കണേ, ഈ ബോറോണിനും ഈ ബോറോണിടയ്ക്ക് എന്തില്ല, ബോണ്ട് ഇല്ല. കാരണം എന്താണ്, ബോറോണിന്റെ അറ്റോമിക് നമ്പർ എത്ര, 5 സോ 2, 3 ഉള്ളൂ. ആ 3 മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഷെയർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ആ 3 ഷെയർ ചെയ്ത് എന്ത് ചെയ്ത് ബോണ്ട് ഉണ്ടാക്കിയത്. ആ 3 ഹൈഡ്രജനായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ഈ ബോറോൺ എന്ത് ചെയ്തു, ഹൈഡ്രജനായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ആ ഉണ്ടായിരുന്ന 3 പോയി, ഇനി ഷെയർ ചെയ്യാനൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ബോറോണും തമ്മിൽ ബോണ്ട് ഉണ്ടാക്കാനായിട്ട് ഇലക്ട്രോൺ ഉണ്ടാ ഇല്ല. ഇതേപോലെ ഇരിക്കുന്ന മറ്റൊരു സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഈതേൻ നോക്കാം. ഇത് എങ്ങനെ ഇരിക്കുന്നേ, ഇങ്ങനെയല്ലേ. നമുക്ക് ഇത് നോക്കിയാണ്, അതും C2H6. ഇതെന്താണ്, B2H6 അല്ലേ. നമുക്ക് ഇവിടെ ആണെങ്കിൽ ഈ 2 കാർബൺ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് C2H6 ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ ബോറോൺ ടു ബോറോൺ സിംഗിൾ ബോണ്ട് ഉണ്ടാക്കാനായിട്ട് ഇലക്ട്രോൺ ഇല്ല. എന്നിട്ടാണ് എന്ത് ചെയ്യണേ, അവര് B2H6 ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത്, ഈ സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൂടുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായ. ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ബോണ്ട് ഉണ്ടാക്കി ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാനായിട്ട് എന്തില്ല, ഇലക്ട്രോണുകൾ ഇല്ല. പക്ഷെ എന്നിട്ടാണ് എന്ത് ചെയ്യണേ, അവര് B2H6 ഇരിക്കണേ. വീണ്ടും ആവർത്തിക്കുന്നു, ഇവർക്കിടയ്ക്ക് എന്തില്ല, ബോണ്ട് ഇല്ല. ഇവർക്കിടയ്ക്ക് ബോണ്ട് ഇല്ല. ബോറോൺ ടു ബോറോൺ ബോണ്ട് ഇല്ല. ബോറോൺ ടു ബോറോൺ ബോണ്ട് ഇല്ല.
പിന്നെ എങ്ങനെ ഇരിക്കണം നോക്കാം. അതാണ് ആ സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം. ഓക്കെ, സോ അത് അതിനെ അതേപോലെ പഠിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ബോറോൺ അറ്റോമിക് നമ്പർ എത്ര? 5 ആണ്. സോ 1s2 2s2 2p1 ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? ഔട്ടർ മോസ്റ്റ് വരയ്ക്കാം. 2s ഇത് 2s, ഇത് 2p, 2s രണ്ടെണ്ണം, 2p ഒരെണ്ണം മാത്രം അല്ലെ. ഇതാണ് ബോറോണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് അവസ്ഥ. എന്ത് ചെയ്യും? എക്സൈറ്റേഷൻ സംഭവിക്കും. അപ്പൊ എന്താ? ഫസ്റ്റ് എക്സൈറ്റേഷൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ അപ്പുറത്ത് പോകും അല്ലേ. ഇത് 2s, ഇത് 2p. ശ്രദ്ധിച്ചോ, നമ്മൾ സാധാരണ പറയുമ്പോ എന്ത് ചെയ്യും? ഇതാ ഈ ഇലക്ട്രോണും 2 പിയും ചേർന്ന് ഒരു എസും 2 പിയും ചേർന്ന് ഒരു sp2 ഉണ്ടാക്കുമെന്നാണ് പഠിപ്പിക്കുന്നത് അല്ലെ. എപ്പോഴും ഞാൻ ഹൈബ്രിഡേഷൻ പഠിപ്പിച്ചത് എല്ലാം അങ്ങനെയാണ് പഠിപ്പിച്ചത്. പക്ഷേ ബോറോണിന്റെ കേസ് അങ്ങനെ അല്ല. നമ്മള് മുമ്പ് പഠിച്ചത് ഇതാ ഈ എസ്സിലെ ഒരെണ്ണവും 2 പിയിലെ ഓരോന്നും ചേർന്ന് ഹൈബ്രിഡേഷനിൽ പങ്കെടുക്കും എന്നാണ് പഠിപ്പിച്ചതെങ്കിൽ ബോറോണിന്റെ ഈ ഒരു കേസിൽ അത് അങ്ങനെ അല്ല. ഹൈബ്രിഡേഷൻ കേസിൽ അങ്ങനെ അല്ല. പകരം നോക്ക്, ഇതാ ഈ എസ് ഈ 3 പിയും എടുക്കും. എന്നിട്ടെന്തുണ്ടാവും? അപ്പൊ എസ്സിൽ ഒരെണ്ണവും പിയിലെ 3ഉം. ഓക്കെയാണ്. എസ്സിൽ ഒരെണ്ണവും പിയിലെ 3 എണ്ണവും. അപ്പൊ എന്തായി? അതൊരു sp3 ഹൈബ്രിഡേഷൻ സംഭവിക്കും. വെരി 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 ഇമ്പോർട്ടന്റ്. നോക്കിയാണേ, ഇവിടെ സാധാരണ നമ്മൾ മുമ്പ് പഠിച്ച ഹൈബ്രിഡേഷൻ എന്താ പഠിച്ചേ? ഇവിടെയുള്ള ഒരെണ്ണവും ഇവിടെയുള്ള 2 എണ്ണം ചേർന്ന് sp2 ഉണ്ടാക്കുന്ന പഠിച്ചേ. കാരണം അവിടെ മാത്രമേ എന്തുള്ളൂ? ഇലക്ട്രോണുകളേ ഉള്ളൂ. പക്ഷേ ബോറോണിന്റെ കേസിൽ അങ്ങനെയല്ല. ഹൈബ്രിഡേഷൻ എന്ത് ചെയ്യും? ഇതാ ഇവിടുത്തെ എസും ഇവിടുത്തെ 3 പിയും എടുത്ത് sp3 ഉണ്ടാക്കും. അപ്പൊ എന്താണ്? നമുക്ക് ഇത് sp3 ആണ്, ഇത് sp3 ആണ്, ഇത് sp3 ആണ്, ഇത് sp3 ആണ്. നോക്കിയാണ്, 3 sp3യില് ഇലക്ട്രോണുകളുണ്ട്. ഒരു sp3യിൽ എന്താണ്? ഇലക്ട്രോൺ ഇല്ല. അതിനെ വിളിക്കുന്ന പേരാണ് വേക്കന്റ് sp3 ഹൈബ്രിഡേഷൻ ഓർബിറ്റൽ. ശ്രദ്ധിക്കണേ, ഇതിനെ വിളിക്കുന്ന പേരാണ്, അവിടെ ഒന്നുമില്ലല്ലോ, വേക്കന്റ് അല്ലേ, അവർ വിളിക്കുന്ന പേരാണ് വേക്കന്റ് ആയിട്ടുള്ള sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. വേക്കന്റ് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഒരിക്കലും ആവർത്തിക്കണം, ഇമ്പോർട്ടന്റ് ആയതാണ്. നമ്മൾ ഇന്നുവരെ പഠിച്ചതുപോലെ അല്ല ഇതിന്റെ കാര്യം. ഇവിടെ എന്ത് ചെയ്യും? ഇവിടുത്തെ ഒരു എസും ഇവിടുത്തെ 3 പിയും എടുത്താണ് എന്ത് ചെയ്യണേ? അത് ഹൈബ്രിഡൈസേഷൻ ഉണ്ടാക്കുന്നേ. അപ്പൊ എന്താ? അത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഉണ്ടാകുന്നതില് 3 sp3യില് ഇലക്ട്രോണുകളുണ്ട്, ഒരെണ്ണത്തിൽ എന്തില്ല? ഇലക്ട്രോണേ ഇല്ല. അവിടെ ഫുള്ളി വേക്കന്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? വേക്കന്റ് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഓക്കെ അല്ലേ? ബാക്കി പഠിക്കാം. മാക്കട്ടാ, ഫോട്ടോ എടുത്തോട്ടാ, ഇത് മറന്നു പോവേ. ഇതൊക്കെയാണേ നമ്മുടെ ബോറോൺ എന്തായിരിക്കണേ? ഇതാ ഇവിടെ ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, ഇവിടെ ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, ഇവിടെ ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഇനി അവിടെ വേണ്ടേ? sp3 നമ്മുടെ വേണ്ടേ? പക്ഷെ ശരിക്കും അവിടെ എന്തുണ്ട്? അവിടെ ഇലക്ട്രോൺ ഉണ്ടാ? ഇല്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡോട്ട് ഇട്ട് കാണിക്കാം. ഓക്കെ, അതുപോലെ അടുത്ത ബോറോൺ ഇതാ ഇവിടെ sp3, ഇതാ ഇതൊരു sp3, ഇതാ ഇവിടെ ഒരു sp3, ഇതാ ഇവിടെ ഡോട്ട് ഇട്ട് വരയ്ക്കാം. ശ്രദ്ധിക്കണേ, ഒരെണ്ണത്തില് താഴെയാണ് വരയ്ക്കണത്, മറ്റേതില് മുകളിലാണ് വരയ്ക്കണത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം എന്താണ്? ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇത് sp3 ആണ്. എന്താ? ഇത് sp3 ആണ്, 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 ഇത് sp3 ആണ്. ഞാൻ ഈ ഡോട്ട് വരച്ച എന്താണ്? അവിടെ sp3 ആണെങ്കിലും അവിടെ എന്തില്ല? ഇലക്ട്രോൺ ഇല്ലാന്ന് കാണിക്കാനാണ് എന്ത് ചെയ്തത്? ഡോട്ടിട്ട് വരച്ചത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെയൊക്കെ എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? ഇതായിരിക്കണം നമ്മുടെ ബോറോൺ. ഒരു ഇലക്ട്രോൺ, അടുത്ത ഇലക്ട്രോൺ, അടുത്ത ഇലക്ട്രോൺ, അടുത്ത ബോറോണിന്റെ അതേപോലെ ഇലക്ട്രോൺ. ഓക്കെ, ഇനി ആര് വേണം? ഹൈഡ്രജൻ കൊണ്ടുവരാം. ഹൈഡ്രജൻ ഇതാ വന്ന്, ഹൈഡ്രജൻ ഇതാ കയറി, അടുത്ത ഇവിടെ ഹൈഡ്രജൻ കയറി. ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളെ, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഹൈഡ്രജൻ കയറി, ഇവിടെ ഹൈഡ്രജൻ കയറി. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നോക്കിയാണേ, ഇവിടുത്തെ ഹൈഡ്രജൻ കസ ഒരിക്കലും നോക്കിയാണേ, ഇവിടെ ഹൈഡ്രജൻ വരച്ചപ്പോ കണ്ട ഞാൻ ഇതിലും കൂടെ ചേർത്താണ് വരച്ചത്, പറയാൻ വിട്ടുപോയി. അതുപോലെ ഇവിടെ നോക്ക്, ഇവിടെ വരയ്ക്കുമ്പോഴും
ഇത് ചേർത്ത് വേണം വരയ്ക്കാൻ. പറയാൻ വിട്ടുപോയതാണേ, ഞാൻ വരച്ചങ്ങ് പോയി, പക്ഷെ പറയാൻ വിട്ടുപോയി. നോക്കിയാണെ ഇതാ ഇവിടുത്തെ ഹൈഡ്രജൻ കയറി. ഇപ്പം നോക്കിയാണ് ഇതാ ഇവിടെയും കയറി, അതേപോലെ മറ്റേ sp3 എന്തുണ്ട് അവിടെയും കുറച്ച് ഭാഗം കൊടുത്തിട്ടാണ് കയറുന്നത്. അതേപോലെയാണ് ഇവിടെ നമുക്ക് ഈ ബോറോണില് ഇവിടെ ഹൈഡ്രജൻ കയറിയ സമയത്ത് ഈ sp3 ഈ ബാക്ക് സ്പേസിലാണ് എന്ത് ചെയ്യണേ, കുറച്ച് സ്പേസ് കൊടുത്തിട്ടാണ് കയറുന്നത്. ആര് കയറുന്നേ? ഹൈഡ്രജൻ കയറുന്നേ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമുക്ക് BH3 അല്ലെ, BHB ഇവിടെ എത്ര ആറ്റം ഉണ്ട്? 3 ആറ്റം ഉണ്ട് അല്ലെ. ഇവിടെ നമുക്ക് BHB, അവിടെ എത്ര ആറ്റം ഉണ്ട്? 3 ആറ്റം ഉണ്ട്, BHB. പക്ഷെ ഇവർക്കിടയ്ക്കുള്ള ഇലക്ട്രോണോ? 2 ഇലക്ട്രോൺ അല്ലെ. അതിനെ വിളിക്കുന്ന പേരാണ് 3 സെന്റേർഡ് 2 ഇലക്ട്രോൺ. ഒരു കൂടി 3 സെന്റേർഡ് ഉണ്ട്, 1 2 3 സെന്റർ ഉണ്ട്, പക്ഷെ 2 ഇലക്ട്രോണേ ഉള്ളൂ. കണ്ടാ, BHB 3 ആറ്റം ഉണ്ട്, പക്ഷെ എന്താണ് 2 ഇലക്ട്രോണേ ഉള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് 3 സെന്റേർഡ് 2 ഇലക്ട്രോൺ. 3 സെന്റേർഡ് 2 ഇലക്ട്രോൺ. ഓക്കെ, BHB നോക്കിയാണ് 3 സെന്റർ ഉണ്ട്, പക്ഷെ ഇലക്ട്രോൺ എത്രണ്ണേ ഉള്ളൂ? 2 ഉള്ളൂ. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണ്. നോക്കിയാണെ ഇതാ ഇവിടെയും ഇവിടെയും ഹൈഡ്രജൻ വരയ്ക്കുമ്പോൾ ഓർക്കുക, ഇത് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിനകത്ത് ചേർത്ത് വരയ്ക്കുക. ഇവിടെ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക? ചേർത്ത് അങ്ങ് വരച്ചു കൊടുത്താൽ മാത്രം മതിയാണ്. നമ്മൾ എന്തായി ഇങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കണേ? അത് B2H ഉണ്ടാക്കിയിരിക്കണേ കേട്ടാ. ഈ ഹൈഡ്രജൻ വഴിയാണ് ഈ ബോറോണിൽ ലിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഹൈഡ്രജൻ വഴിയാണ് ഈ ബോറോണിൽ ലിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, സ്ട്രക്ചർ ഫോട്ടോ എടുത്തോളൂ, ബാക്കി പഠിക്കാം. ഓക്കെ, മാക്കേട്ടാ ഒരു കൂടി പറയാമേ. സ്ട്രക്ചർ വെരി 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 ഇമ്പോർട്ടന്റ് ആട്ടോ. ഉറപ്പായിട്ടും നമുക്കത് അത്ര ഇമ്പോർട്ടൻസ് ആണ്, അത്രയും വിശദീകരിക്കാനുള്ള കാരണം അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് അതിന് അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. നോക്കിയാണേ ബോറോൺ, അടുത്ത ബോറോൺ. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ ആണല്ലോ, അങ്ങനെയല്ലേ വരച്ചത്. അതിന്റെ അപ്പുറത്തൊരു ഹൈഡ്രജൻ, അതിന്റെ ഇപ്പുറത്തൊരു ഹൈഡ്രജൻ അല്ലേ, ആണല്ലോ. നോക്കിയാണേ ഇതാണ് നമ്മൾ വരച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇതാ ഇവിടെ ഒരു ഹൈഡ്രജൻ വരച്ചു അല്ലേ, ഇവിടെ ഒരു ഹൈഡ്രജൻ വരച്ചു, അതുപോലെ എന്താണ് ഇവിടെ ഹൈഡ്രജൻ വരച്ചു, ആണല്ലോ. നോക്കിയാണ് ഈ ബോറോണും ഈ ഹൈഡ്രജൻ തമ്മിൽ എന്താണ്? ഡോട്ടഡ് ലൈൻ ആണ്. അതുപോലെ ഈ ബോറോണും ഈ ഹൈഡ്രജൻ തമ്മിൽ എന്താണ്? ഡോട്ടഡ് ലൈൻ ആണ്. നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതനുസരിച്ച് വരയ്ക്കുക. ഓക്കെ നോക്കിയാണേ ഇതാ ഈ 2 ഹൈഡ്രജനും ഈ ബോറോണും, അതുപോലെ ഈ ബോറോണും ഈ 2 ഹൈഡ്രജനും, ഇതാ ഇത്രയും സാധനങ്ങൾ, ഇതാ ഇത്രയും സാധനങ്ങൾ ഒരൊറ്റ പ്ലെയിനിലാണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ്? ഒരൊറ്റ പ്ലെയിനിലാണ്. ഇതിനെ ഹൈഡ്രജനെ വിളിക്കുന്ന പേരാണ് ബ്രിഡ്ജിങ് ഹൈഡ്രജൻ. കാരണം ഇതിനിടയ്ക്കുള്ള പാലം പോലെയാണ് ആയിരിക്കണേ ഹൈഡ്രജൻ നിൽക്കണേ. അതാണ് എന്ത് വിളിക്കും? ബ്രിഡ്ജിങ് ഹൈഡ്രജൻ. ഇതെന്താണ്? ബ്രിഡ്ജിങ് ഹൈഡ്രജൻ കേട്ടാ. കാരണം പാലം പോലെയല്ലേ, കണ്ട ഈ BH2നും ഈ BH2 ഇടയ്ക്കുള്ള പാലമാണ് ആയിരിക്കും ഈ ഹൈഡ്രജൻ. അതുപോലെ ഈ BH2നും ഈ BH2 ഇടയ്ക്കുള്ള പാലമാണ് ഈ ഹൈഡ്രജൻ, ആണല്ലോ. അതാണ് ബ്രിഡ്ജിങ് ഹൈഡ്രജൻ. ഓക്കെ അല്ലേ? ഇത് പറഞ്ഞോട്ടെ. നമ്മൾ കണ്ട ഇതിനെങ്ങനെ വരച്ചു വയ്ക്കാണ്? ഒരു പഴം ഇരിക്കുന്ന പോലെ ഇരിക്കണല്ലേ, അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ബനാന ബോണ്ട്. പഴം പോലെ, ബനാന ബോണ്ട്, പഴം ബോണ്ട്. മലയാളത്തിൽ പറയാൻ ഒരുമാതിരി. ഓക്കെ, നോക്കിയാണേ ബനാന ബോണ്ട് എന്ന് പറയുന്നു. ബനാന ബോണ്ട് കാരണം എന്താണ്? പഴത്തിന്റെ ഷേപ്പ് ഉണ്ടാകും, വളഞ്ഞ ഷേപ്പ് ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണിത് ബനാന ബോണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ വാല്യൂസ് കൂടെ പറയാനുണ്ട്. ഇവർക്കിടയ്ക്കുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. കാണാൻ പഠിക്കണ്ട. ഇത് 97 ഡിഗ്രി ആണ്. അതുപോലെ ഇത് 119 പൈക്കോമീറ്റർ ആണ്. ഇത് 134 പൈക്കോമീറ്റർ ആണ്. ഇത്ര ആയപ്പോഴത്തെ സ്ട്രക്ചർ കഴിഞ്ഞു. ഓക്കെ, വാല്യൂ കാണാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇതോടുകൂടി സ്ട്രക്ചർ കഴിഞ്ഞിട്ടുണ്ട്. ബനാന ബോണ്ട് എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. EH, EB, EH ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഒരൊറ്റ പ്ലെയിനിലാണ്. ഈ എച്ചും ഈ എച്ചും മുകളിലും താഴോട്ട് വരും. ഒരൊറ്റ പ്ലെയിനിന്റെ മുകളിലും താഴോട്ടാണ് ആയിരിക്കുന്നത് ഈ 2 ഹൈഡ്രജൻ, അഥവാ നമ്മളെ ബ്രിഡ്ജിങ് ഹൈഡ്രജൻ ഇരിക്കുന്നത്. ബാക്കി ഈ BH2ഉം ഈ BH2 എന്താണ്? ഒരൊറ്റ പ്ലെയിനിൽ. ഇപ്പൊ ഇതാണ് എടുക്കണമെങ്കിൽ ഈ ഒരു പ്ലെയിനിലാണ് ഈ BH2ഉം ഈ BH2 നിൽക്കണമെന്ന് വെച്ചോ. അപ്പൊ അതിന്റെ മുകളിലായിട്ട് ആര് വരും? ഈ ഹൈഡ്രജൻ വരും. അതിന്റെ താഴോട്ട് ആര് വരും? അടുത്ത ഹൈഡ്രജൻ വരും. ഓക്കെ, സോ സ്ട്രക്ചർ എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക.
അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.